കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസും വിജയിച്ചു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ 33 റൺസിന്റെ വിജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം മത്സരത്തിൽ മഴ നിയമപ്രകാരം ട്രിവാൻഡ്രം റോയൽസിനെതിരെ 11 റൺസിന്റെ വിജയമാണ് തൃശൂർ ടൈറ്റൻസ് സ്വന്തമാക്കിയത്. KCLയിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേടുമ്പോൾ രണ്ടാം മത്സരത്തിൽ വൈകുന്നേരം 6:45 ആലപ്പി റിപ്പിൾസ് ഏരീസ് കൊല്ലത്തെയാണ് നേടുന്നത്. കേസിന്റെ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 1ാം സ്ഥാനം നഷ്ടമാകുകയും 8 പോയിന്റുള്ള തൃശൂർ ടൈറ്റൻസ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 6 പോയിന്റുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറുമാണ് 2-3 സ്ഥാനങ്ങളിൽ ഉള്ളത്. KCLയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ 2 താരങ്ങൾക്കാണ് സെഞ്ചുറി നഷ്ടമായത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തമ്മിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിന്റെ ക്യാപ്റ്റനായ രോഹൻ കുന്നുമേന് സെഞ്ചുറിക്ക് 6 റൺസിന് അകലെയാണ് സെഞ്ചുറി നഷ്ടമായത്. 94 റൺസിനായിരുന്നു രോഹൻ കുന്നുമേൻ പുറത്തായത്. തൃശൂർ ടൈറ്റൻസും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിന്റെ യുവ ഓപ്പണറായ അഹമ്മദ് ഇമ്രാന് വെറും 2 റൺസിന് അകലെയാണ് സെഞ്ചുറി നഷ്ടമായത്. മത്സരത്തിൽ 98 റൺസ് നേടിയ അഹമ്മദ് ഇമ്രാൻ ടൂർണമെന്റിൽ 5 മത്സരങ്ങളിൽ നിന്നും 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും അടക്കം 347 റൺസ് നേടി ടൂർണമെന്റിൽ റൺ വേട്ടക്കാരിൽ ഒന്നാമനായി നിൽക്കുകയാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.